ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ലീഗൽ സെക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ലീഗൽ സെക്ഷനിൽ ഇപ്പോൾ 2021 കുസാറ്റ് 5 ഇയർ എക്സാമിന് ലീഗൽ പ്രിൻസിപ്പിൾ ആൻഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അത് ഞാൻ മുന്നേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ടോട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പിൾ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഒരു ലീഗൽ പ്രിൻസിപ്പിൾ തരും, അതുപോലെ ഫാക്ട് തരും. അതിൽ നിന്ന് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു ജഡ്ജോ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നമ്മൾ അതിൽ ഒരു ഡിസിഷൻ, അതിനകത്ത് എന്തായിരിക്കും ഡിസിഷൻ എന്നുള്ളത് നമ്മളടുത്ത് ഡിസൈഡ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ആ ഡിസിഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കണം. ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ലീഗൽ പ്രിൻസിപ്പിൾ എന്താണോ തന്നേക്കുന്നത് അതുമായി ബന്ധം വരുന്ന ഓപ്ഷൻസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലീഗൽ പ്രിൻസിപ്പിൾ എന്താണോ തന്നേക്കുന്നത് ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതിനകത്ത് എന്ത് കാര്യമാണോ തന്നേക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷൻ മാത്രമേ ചൂസ് ചെയ്യാവൂ. അതായിരിക്കണം റീസൺ. അതുപോലെ തന്നെ ആ പ്രിൻസിപ്പിൾ വെച്ച് ആ പ്രിൻസിപ്പിളിൽ തെറ്റാണ് എന്നാണ് പറയുന്നതെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ നമ്മൾ ഓപ്ഷനിൽ പറയണം. അതായത് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കി വരുമ്പോൾ അത് പറഞ്ഞുതരാം. ആദ്യം ലീഗൽ പ്രിൻസിപ്പിൾ, ഹൂവർ ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ്സ് ഓർ കൺവേർട്സ് ടു ഹിസ് ഓൺ യൂസ് എനി മൂവബിൾ പ്രോപ്പർട്ടി ഷോൾ ബി പണിഷബിൾ. അതാണ് ലീഗൽ പ്രിൻസിപ്പിൾ. ഇനി ഫാക്ട്സ് നോക്കാം. A and B are joint owners of motorcycle which was kept in the garage owned and possessed by B. A had access to the garage with a spare key. B did not have knowledge that A had a spare key to the garage. One day, A took the motorcycle out for a ride without the knowledge of B and met with an accident while returning home. While A escaped unhurt, the motorcycle fell into the lake and was completely destroyed. B blames A for the loss and lodged an FIR with the local police station that A has stolen the motorcycle. Decide. ഇവിടെ ലീഗൽ പ്രിൻസിപ്പിൾ തന്നേക്കുന്നത് ഹൂവർ ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ്സ് ഓർ കൺവേർട്സ് ടു ഹിസ് ഓൺ യൂസ് എനി മൂവബിൾ പ്രോപ്പർട്ടി ഷോൾ ബി പണിഷബിൾ. ഓക്കെ, ഡിസോണസ്റ്റ്ലി നമ്മൾ വേറൊരു പ്രോപ്പർട്ടി, നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ കൈവശം വെക്കുകയോ കൺവേർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് തെറ്റാണ്, അത് പണിഷബിൾ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാക്ട്സ് തന്നേക്കുന്നത് എ ആൻഡ് ബി ആർ ജോയിന്റ് ഓണേഴ്സ് ഓഫ് എ മോട്ടോർ സൈക്കിൾ. എയും ബിയും ഒരു മോട്ടോർ സൈക്കിളിന്റെ ജോയിന്റ് ഓണേഴ്സ് ആണ്, രണ്ടുപേരും ഓണേഴ്സ് ആണ്. അപ്പോൾ വിച്ച് ആർ കെപ്റ്റ് ഇൻ ദി ഗാരേജ് ഓൺ ആൻഡ് പൊസസ്ഡ് ബൈ ബി. പക്ഷെ ബിയുടെ പൊസിഷനിലുള്ള ഒരു ഗാരേജിലാണ് അത് വെച്ചിരിക്കുന്നത്. എ ഹാഡ് ആക്സസ് ടു ദി ഗാരേജ് വിത്ത് എ സ്പെയർ കീ. എക്ക് ആ ഗ്യാരേജിലോട്ട് എങ്ങനെയാണ് ആക്സസ്? ഒരു സ്പെയർ കീ എയുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് പക്ഷെ ബിക്ക് അറിയത്തില്ല. വൺ ഡേ എ ടുക്ക് ദി മോട്ടോർ സൈക്കിൾ ഔട്ട് ഫോർ എ റൈഡ് വിത്തൗട്ട് ദി നോളജ് ഓഫ് ബി ആൻഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. പക്ഷെ എക്ക് ഒരു മുറിവോ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ മോട്ടോർ സൈക്കിൾ ഫെൽ ഇൻ ടു ദി ലേക്ക് ആൻഡ് വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്. B blames A for the loss and lodged an FIR with the local police station that A had stolen the motorcycle. B കൊടുത്തേക്കുന്നത് A മോട്ടോർ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ ഡിസോണസ്റ്റ്ലി മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പണിഷബിൾ ആവത്തുള്ളൂ. പക്ഷെ ഇവിടെ എയും ബിയും ജോയിന്റ് ഓണേഴ്സ് ആണ്. എയ്ക്കും ബിക്കും ആ മോട്ടോർ സൈക്കിളിൽ തുല്യ അവകാശമുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കാതെ തന്നെ എടുക്കാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എ ഇസ് നോട്ട് ഗിൽറ്റി ബിക്കോസ് ഹി ഈസ് ദി ജോയിന്റ് ഓണർ ഓഫ് ദി മോട്ടോർ സൈക്കിൾ വിത്ത് ബി ആൻഡ് എ ആൻഡ് as such has the right to use the motorcycle at his own discretion. അപ്പോൾ എ എന്ന് പറയുന്നത് ഗിൽറ്റി അല്ല, എ എന്ന് പറയുന്ന ആൾ ഗിൽറ്റി അല്ല, ബിക്കോസ് ഹി ഈസ് ദി ജോയിന്റ് ഓണർ ഓഫ് ദി മോട്ടോർ സൈക്കിൾ. ഈ മോട്ടോർ സൈക്കിളിന്റെ ജോയിന്റ് ഓണർ ആണ് എ. അതായത് എയും ബിയും അതിന്റെ ഓണേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാളടുത്ത് ചോദിക്കാതെ, അതായത് മറ്റു ഓണറിന്റെ അടുത്ത് ചോദിക്കാതെ തന്നെ എടുക്കാം. കാരണം രണ്ടുപേരും ഓണേഴ്സ് ആണ്, രണ്ടുപേർക്കും അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എ ആണ്. എ ഇസ് നോട്ട് ഗിൽറ്റി എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇവിടെ മറ്റൊരാളുടെ പ്രോപ്പർട്ടി നമ്മൾ ഡിസോണസ്റ്റ്ലി അത് അവരുടെ അടുത്ത് ചോദിക്കാതെ, ഒരു കള്ളത്തരമായിട്ട് നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കാതെ തന്നെ ആരും അറിയാതെ ഒക്കെ ഒളിപ്പിക്കുകയോ എടുക്കുകയോ ചെയ്യുമ്പോഴാണ് അത് പണിഷബിൾ ആവുന്നത്. പക്ഷെ ഇത് ജോയിന്റ് ഓണേഴ്സ് ആണ്, അത് ഓണറാണ് ആ ബൈക്കിന്റെ. അപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എ ഇസ് നോട്ട് ഗിൽറ്റി. അതിന്റെ റീസണും കൂടെ നോക്കണം. ഹി ഈസ് ദി ജോയിന്റ് ഓണർ ഓഫ് ദി മോട്ടോർ സൈക്കിൾ വിത്ത് ബി ആൻഡ് ആസ് സച്ച് ഹാസ് ദി റൈറ്റ് ടു യൂസ് ദി motorcycle at his own discretion.
അപ്പോൾ ഈ ഒരു ആൻസറാണ് ഈ 31st ക്വസ്റ്റ്യൻ്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം അതിപ്പോഴും ലീഗൽ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് വേണം ആൻസർ തിരഞ്ഞെടുക്കാൻ. അതുപോലെ അതിൻ്റെ റീസണും ഒന്ന് നല്ലതുപോലെ നോക്കിക്കോണം. ഇനി ലീഗൽ പ്രിൻസിപ്പിൾ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലീഗൽ പ്രിൻസിപ്പിൾ, എ മാസ്റ്റർ വിൽ ബി ലയബിൾ ഫോർ ദി റോങ്ഫുൾ ആക്ട്സ് ഓഫ് ഹിസ് സെർവൻസ് ഡൺ ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ലീഗൽ പ്രിൻസിപ്പിളിൽ തന്നേക്കുന്ന ഓരോ വേർഡ്സും നോക്കിക്കൊള്ളണം. മാസ്റ്റർ ലയബിൾ ആവും ഫോർ ദി റോങ്ഫുൾ ആക്ട്സ് ഓഫ് ഹിസ് സെർവൻറ്റ്. ആ മാസ്റ്ററിന്റെ സെർവന്റ് റോങ്ഫുൾ ആക്ട്സിനെല്ലാം ആര് ലയബിൾ ആവും? മാസ്റ്റർ ലയബിൾ ആവും. ഡൺ ഇൻ ദി കോഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. എംപ്ലോയ്മെന്റ് അതായത് അയാൾ ആ സെർവൻറ്റ് തൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് ആ ഒരു ആക്ട് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് അതായത് മാസ്റ്റർ ലയബിൾ ആവുന്നത്. ഇനി ഫാക്ട്സ് നോക്കാം. എം വാസ് ആൻ ഓൾഡ് വിഡോ who opened an account with the ABC Bank, whereby she would deposit every month a sum of INR 500. And a neighbor who worked as the storekeeper in the bank. And a neighbor who worked as the storekeeper in the bank would collect the money from M, and on payment of a small commission from M, deposit the same with the bank. One day, M found out that the entire money for the period of 36 months had been appropriated by N. M filed a suit against the ABC Bank decide. ഓക്കെ, അപ്പോൾ എം എന്ന് പറയുന്ന വിഡോ, എം എന്ന് പറയുന്നത് ഒരു ഓൾഡ് വിഡോയാണ്. അപ്പോൾ അവർ ഒരു ABC ബാങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. എല്ലാ മാസവും 500 രൂപ വെച്ച് അടയ്ക്കുന്നു. അപ്പോൾ അയാളുടെ എം എന്ന് പറയുന്ന ആളുടെ നെയ്ബറാണ് എൻ. അപ്പോൾ അവർ ഈ ഒരു ബാങ്കിൻ്റെ സ്റ്റോർ കീപ്പറാണ്. അതുകൊണ്ട് തന്നെ എമ്മിൻ്റെ എപ്പോഴും ഈ അടയ്ക്കാനുള്ള പൈസ മേടിച്ച് കൊണ്ട് അടയ്ക്കുമായിരുന്നു. അതേസമയം അവർ അതിൽ നിന്നൊരു സ്മോൾ കമ്മീഷൻ, കുറച്ച് കമ്മീഷനോ അതിൽ നിന്ന് എടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ എം എന്ന് പറയുന്ന ഓൾഡ് വിഡോ അവർക്ക് മനസ്സിലായി ഈ എൻറ്റയർ മണി, ഈ 36 മാസത്തേക്കും കൊടുത്ത പൈസ ഫുൾ ഈ എന്നെ എടുത്തു. അപ്പോൾ എം എന്ത് ചെയ്ത് ABC ബാങ്കിനെതിരെയാണ് ഇവിടെ കേസ് കൊടുത്തിരിക്കുന്നത്. ABC ബാങ്കിനെതിരെ കേസ് കൊടുത്തു. ഇവിടെ എന്ന് പറയുന്നത് ABC ബാങ്കിന്റെ സ്റ്റോർ കീപ്പറാണ്. അവരുടെ കയ്യിൽ ഇവർ പൈസ കൊടുത്തു വിട്ടു, അവരത് അടയ്ക്കാതെ കമ്മീഷനായിട്ട് അവർ ഫുൾ എടുത്തു. അപ്പോൾ ഓപ്ഷൻസ് ഇതാണ്. ABC ബാങ്ക് വുഡ് ബി ലയബിൾ ബിക്കോസ് N was their employee and was supposed to be depositing the money on behalf of M. ABC Bank is not responsible as N was a storekeeper and had no connection with taking and returning of deposits. He was depositing the sum of money in exercise of a private agreement between himself and M. It was thus beyond the scope of his job description with the bank. Option C, the ABC Bank is morally responsible as an old widow has been duped of her life saving by an employee of the bank. ABC Bank would be liable because N was being paid a commission by M. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ABC Bank is not responsible എന്നാണ്. ABC Bank is not responsible because as N was a storekeeper and had no connection with taking and returning of deposits. ഇവിടെ N എന്ന് പറഞ്ഞ ഒരു സ്റ്റോർ കീപ്പർ മാത്രമാണ്. ഇവിടെ ആ ഡെപ്പോസിറ്റുകൾ അത് എടുക്കാനോ വെക്കാനോ തിരിച്ച് റിട്ടേൺ ചെയ്യാനോ ഉള്ള അധികാരമോ അതുമായിട്ട് ഒരു കണക്ഷനും ആർക്കില്ല? എന്നില്ല. ഹി വാസ് ഡെപ്പോസിറ്റിംഗ് ദി സം ഓഫ് മണി ഇൻ എക്സസൈസ് ഓഫ് എ പ്രൈവറ്റ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് എം. ഈ N എന്ന് പറയുന്ന ആള് ഈ പൈസ അടച്ചുകൊണ്ടിരുന്നത് എന്തിന്റെ പുറത്താണ്? ഒരു പ്രൈവറ്റ് എഗ്രിമെന്റിന്റെ പുറത്താണ്. പ്രൈവറ്റ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് എം. എന്നിനും എമ്മിനും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് എഗ്രിമെന്റ്. അതിൽ ബാങ്കിന് ഒരു ബന്ധവുമില്ല. അവർ തമ്മിലുള്ളൊരു ഞാൻ ഇത് കൊണ്ടുപോവാം, നിങ്ങൾക്ക് പറ്റില്ലല്ലോ എന്നുള്ള ഒരു പ്രൈവറ്റ് എഗ്രിമെന്റിന്റെ പുറത്താണ് ഈ പൈസ കൊണ്ട് അടച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ദസ് ബിയോണ്ട് ദി സ്കോപ്പ് ഓഫ് ഹിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ വിത്ത് ദി ബാങ്ക്. അപ്പോൾ അയാൾക്ക് ഇവിടെ അയാളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അത് വരുന്നില്ല. ഇവിടെ ബാങ്കുമായിട്ട് അതായത് ബാങ്കിലെ സ്റ്റോർ കീപ്പർ മാത്രമാണ്. അപ്പോൾ അവിടെ ഈ ഒരാളുടെ പൈസ കൊണ്ട് അടയ്ക്കുക എന്നുള്ളത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസല്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പ്രൈവറ്റ് എഗ്രിമെന്റിന്റെ പുറത്ത് മാത്രമാണ് ഇവർ കൊണ്ട് ഈ പൈസ അടച്ചുകൊണ്ടിരുന്നത്. എമ്മിന് നേരിട്ട് വന്ന് അടയ്ക്കാം, പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് കൊണ്ടുവന്ന് മറ്റേ ആളുടെ കയ്യിൽ കൊടുത്ത് അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ABC ബാങ്ക് അവിടെ റെസ്പോൺസിബിൾ ആകുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൽ ഇങ്ങനെ ഒരു മാസ്റ്റർ ലൈബിൾ ആവും, എല്ലാ ആക്സിനും ലൈബിൾ ആവും. പക്ഷെ എംപ്ലോയ്മെന്റ് ആ ഒരു ഡ്യൂട്ടിയിലെ സെർവൻറ്റ്
ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾക്കാണ് മാസ്റ്റർ ലൈബിൾ ആകുന്നത്. അപ്പോൾ ഇവിടെ ബാങ്കുമായിട്ട് ബന്ധം വരാത്തതിന്റെ കാരണം എമ്മും എന്നും തമ്മിലുള്ളൊരു പ്രൈവറ്റ് എഗ്രിമെന്റ് ആണ് അവിടെ. അപ്പോൾ അത് ഓരോ ഓപ്ഷൻസും വായിക്കുമ്പോൾ അതിന്റെ റീസൺസ് വായിച്ചിട്ട് ആ റീസൺ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കിയതിന് ശേഷമേ ചൂസ് ചെയ്യാവൂ. അതിൽ ഡൗട്ട് വരികയാണെങ്കിൽ അത് ചെയ്യേണ്ട, കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലീഗൽ പ്രിൻസിപ്പിൾ. ഇൻ ഇന്ത്യ the principle of absolute liability states that if anyone brings any dangerous object on his land which is an extraordinary use of his land and that thing escapes, he shall be absolutely liable. Absolute liability യുടെ എന്താണതെന്നുള്ള, അബ്സല്യൂട്ട് ലയബിലിറ്റി എന്താണെന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒരാൾ തൻ്റെ പ്രോപ്പർട്ടിയിൽ, തൻ്റെ ലാൻഡിൽ, തൻ്റെ പൊസിഷനിലുള്ള ലാൻഡിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ഒബ്ജക്റ്റ് വെക്കുകയും അത് പക്ഷേ അയാൾ കയ്യിൽ വെച്ചിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് ആ സംഭവം തൻ്റെ ലാൻഡിൽ നിന്ന് അത് എസ്കേപ്പ് ആവുകയോ മറ്റുള്ളവർക്ക് ദോഷമാവുന്ന രീതിയിൽ തൻ്റെ ലാൻഡിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണെങ്കിൽ ഹി വിൽ ബി ലയബിൾ. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ. ഇനി ഫാക്ട്സ് നോക്കാം. എ is a cinema owner and wishes to reduce his cost so as to increase his profit margins and also to provide round the clock electricity to his cinema theatre. He thus installs an electricity transformer within the premises. One day there occurs a thunderstorm and the lightning hits the transformer, resulting in an immediate fire which spreads to the theatre and kills at least 100 people and grievously injures more than 100 people, including children. The families of the victims file a claim for damages. ഇവിടെ എ എന്ന് പറയുന്ന സിനിമ ഓണർ എന്ത് ചെയ്യാണ്, അയാളുടെ എക്സ്പെൻസസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എക്സ്പെൻസസ് ഒക്കെ കുറച്ച് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യണം, സിനിമാ തിയേറ്ററിൽ ഒരു ഇലക്ട്രിസിറ്റി കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ അയാളുടെ തന്നെ അയാളുടെ തന്നെ ലാൻഡിൽ ഫിറ്റ് ചെയ്യാണ്, ഇൻസ്റ്റാൾ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോമർ അയാൾക്ക് ആ കറക്റ്റ് സമയത്തിന് ഇലക്ട്രിസിറ്റി കിട്ടും. അതുപോലെ തന്നെ കോസ്റ്റ് അയാളുടെ തന്നെ ട്രാൻസ്ഫോമർ അയാളുടെ സ്ഥലത്ത് വെക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ വേറെ എക്സ്പെൻസസ് ഒന്നും വരാതെ തൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ആ ഒരു ദിവസം ഒരു ഭയങ്കരമായ മിന്നലിലും ഈ മിന്നൽ ട്രാൻസ്ഫോമറിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഇമ്മീഡിയറ്റ് ഫയർ അവിടെ ഉണ്ടാവുകയും ആ ഫയർ ഫുൾ സ്പ്രെഡ് ചെയ്ത് അടുത്തുള്ള ഒരു 100 കണക്കിന് നൂറ് പേരെങ്കിലും ആ ഒരു തീയിൽ 100 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ 100-ലധികം പേർക്ക് ഗ്രീവിയസ് ഹേർട്ട് സംഭവിച്ചു, ഇൻക്ലൂഡിങ് ചിൽഡ്രൻ. അപ്പോൾ ഈ വിക്ടിംസിന്റെ ഫാമിലീസ് എന്ത് ചെയ്തു, ഒരു കേസ് കൊടുത്തു, ഫയൽഡ് എ കംപ്ലയിന്റ് ഫോർ ഡാമേജസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്, ഇവിടെ എ എന്ന് പറയുന്ന ആളുടെ പ്രോപ്പർട്ടിയിൽ ഇയാൾ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു, അത് ഓക്കെ. പക്ഷേ ആ ഒരു ട്രാൻസ്ഫോമർ വഴി എന്തെങ്കിലും ഒരു അപകടം പുറത്തുള്ളവർക്ക് സംഭവിച്ചാൽ, ആ ഒരു ലാൻഡിൽ നിന്ന് അത് എസ്കേപ്പ് ആയിട്ട് പുറത്തുള്ളവർക്ക് സംഭവിക്കുകയാണെങ്കിൽ, ആ ഒരു ഡേഞ്ചറസ് തിങ്ങിന്റെ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ഇഫക്റ്റ് പുറത്തുള്ളവർക്ക് അത് ഏൽക്കുകയാണെങ്കിൽ ഹി വിൽ ബി ലയബിൾ. അതാണ് അബ്സല്യൂട്ട് ലയബിലിറ്റി, അതാണ് പ്രിൻസിപ്പിൾ തന്നേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എ ലയബിൾ ആണ്, അവിടെ ഒരു ഇതുമില്ല. അപ്പോൾ ആദ്യം തന്നെ എ ലയബിൾ ആണെന്നുള്ള ഓപ്ഷനകത്ത് നോക്കുക. ഫസ്റ്റ് എ ലയബിൾ ആണെന്ന് പറയുന്നുണ്ട്, അപ്പോൾ അത് തന്നെയാണ് കറക്റ്റ് ആൻസർ. എ ഈസ് ലയബിൾ ബിക്കോസ് ഹി ഹാസ് ബ്രോട്ട് ഓൺ ഹിസ് ലാൻഡ് എ ഡേഞ്ചറസ് ഒബ്ജക്ട് വിച്ച് ഹാസ് റിസൾട്ടഡ് ഇൻ ഇഞ്ചറി ടു വേരിയസ് പീപ്പിൾ. ഇത്രയേ ഉള്ളൂ, ഇത് തന്നെയാണ് അതിൻ്റെ ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. എ ഈസ് നോട്ട് ലയബിൾ ബിക്കോസ് ദി ഫയർ വാസ് ഡ്യൂ ടു ആൻ ആക്ട് ഓഫ് ഗോഡ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ബിയോണ്ട് ഹിസ് കൺട്രോൾ ആസ് ഹി കുഡ് നോട്ട് ഹാവ് നോൺ ദാറ്റ് ദി തണ്ടർസ്റ്റോം ആൻഡ് സബ്സിക്യൂട്ട്. തണ്ടർസ്റ്റോം ഇവിടെ ഒരു ആക്ട് ഓഫ് ഗോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്ന ഇടിമിന്നൽ, ഇപ്പോൾ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുമ്പോൾ എന്തായാലും ഇടിമിന്നലും ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അപ്പോൾ ഇതൊരു ആക്ട് ഓഫ് ഗോഡ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെ ഒരു പ്രിക്കോഷൻസും എടുത്തിട്ടില്ല, എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല, അവിടെ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. ദി ഫാമിലീസ് ഓഫ് ദി വിക്ടിംസ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു എനി ക്ലെയിം ആസ് ദിസ് ഇസ് ക്രിമിനൽ ഒഫൻസ് ആൻഡ് ദ സ്റ്റേറ്റ് വിൽ പ്രോസിക്യൂട്ട് ആൻഡ് ഡിസൈഡ് ആൻഡ് കോമ്പൻസേഷൻ. ഇവിടെ ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് ചിന്തിക്കാൻ ഒന്നുമില്ല. ഈ അബ്സല്യൂട്ട് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ ആണ്. എ ലയബിൾ ആണെന്നുള്ള ഓപ്ഷൻ നോക്കുക, എന്നിട്ട് എൻ്റെ റീസൺ നോക്കുമ്പോൾ ലീഗൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റീസണും ആയിരിക്കണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 34 ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എ ഈസ് ലയബിൾ ബിക്കോസ് ഹി ഹാസ് ബ്രോട്ട് a dangerous thing.
He has brought on his land a dangerous object which has resulted in injury to various people. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ ലീഗൽ പ്രിൻസിപ്പിൾ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് ഇൻ ഇന്ത്യ എവറി പേഴ്സൺ ഇൻ ഇന്ത്യ ഷുഡ് ബി അക്വൈൻറ്റഡ് വിത്ത് ദി ലോ ഓഫ് ദി ലാൻഡ്. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്, അറിഞ്ഞിരിക്കണം. ഇഗ്നറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. നിയമം അറിയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് എക്സ്ക്യൂസബിൾ ആണ്. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ, നിയമം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെയായിരുന്നു നിയമം, അതായത് ഇങ്ങനെ ഒരു ശിക്ഷയുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടാന്നൊന്നും അങ്ങനെ ഒരു സംഭവം അറിയില്ല എന്ന് പറയരുത്. എവറി പേഴ്സൺ ഇൻ ഇന്ത്യ ഷുഡ് ബി അക്വൈൻറ്റഡ് വിത്ത് ദി ലോ ഓഫ് ദി ലാൻഡ്. ഇനി ഫാക്ട്സ് നോക്കാം. മിസ്റ്റർ എ ഫോറിനർ വിസിറ്റഡ് നോർത്തേൺ ഇന്ത്യ ഡ്യൂറിംഗ് വിന്റേഴ്സ് ആൻഡ് വാസ് ഇൻട്രിഗ്യൂഡ് ബൈ ദി ഫാക്ട് ദാറ്റ് ദി പീപ്പിൾ ബേൺ സ്മോൾ ഫയർസ് നിയർ ദി റോഡ് സൈഡ് ടു കീപ് ദംസെൽസ് warm. One evening, he came out of the hotel and, with the intention of helping some laborers sitting nearby, asked some people to cut down a tree into small logs and then asked the laborers to light the fire and keep themselves warm. He also gave rupees 150 to the people who had cut down the tree. The police came and arrested him for having cut a tree in violation of the environment protection laws. He pleaded ignorance of the law and that the tree was dry and that few men needed it to keep themselves warm. Decide. ഇവിടെ മിസ്റ്റർ എ ഫോറിനർ ആണ്. നോർത്തേൺ ഇന്ത്യയിൽ വന്നപ്പോൾ വിന്റർ സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു, പീപ്പിൾ അവിടുത്തെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ചുള്ളികളും കമ്പുകളും മരത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഫയർ ഉണ്ടാക്കി, അത് അറിയാലോ. അപ്പം തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം വൺ ഈവനിങ് എന്ത് ചെയ്തു, with the intention of helping some laborers sitting nearby, ask some people to cut down a tree. ഒരാൾ കുറച്ച് ലേബറേഴ്സ് അവിടെ ഇരിക്കുന്ന ലേബറേഴ്സിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരെ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരം മുറിച്ചിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി തീയിട്ട് അവർക്ക് ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ചെയ്തു. പക്ഷേ അതുപോലെ തന്നെ മരം മുറിച്ചവർക്ക് 150 രൂപ വെച്ച് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു. അത് എന്ത് കാരണമാണ് പറഞ്ഞത്? വയലേഷൻ ഓഫ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോസ്. അപ്പോൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ലോസിന്റെ വയലേഷൻ ആണ് മരം മുറിക്കാൻ പാടില്ല. അവിടുത്തെ നിയമം അതാണ്. അപ്പോൾ ട്രീ വാസ് ആൻഡ് ദാറ്റ് ദ ട്രീ വാസ് ഡ്രൈ ആൻഡ് ദാറ്റ് ഫ്യൂ മെൻ നീഡഡ് ഇറ്റ് ടു കീപ് ദംസെൽസ്. അപ്പോൾ ഈ ആള് പറഞ്ഞത്, ഫോറിനർ പറഞ്ഞത്, ഇങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് അറിയത്തില്ല. ട്രീ എന്തിനു വേണ്ടിയിട്ടാണ് മുറിച്ചത്? അവിടെ തണുപ്പുള്ളത് കൊണ്ട് തണുപ്പ് അടിച്ചവർക്ക് അവർക്കൊന്ന് അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ഇഗ്നോറൻസ് ഓഫ് ലോ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇഗ്നോറൻസ് ഓഫ് ലോ ഒരു എക്സ്ക്യൂസ് അല്ല, അങ്ങനെ നമുക്ക് പറയാനേ പറ്റില്ല. അപ്പൊ ആൻസർ എന്തായിരിക്കും? എ വിൽ ബി ലയബിൾ. എ എന്തായാലും ലയബിൾ ആയിരിക്കും. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഇവിടെ സി ആണുള്ളത്. എ ഈസ് ലയബിൾ ആസ് ഹി ഷുഡ് ഹാവ് നോൺ ദാറ്റ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ഈസ് ആൻ ഒഫൻസ്. അത്രയേ ഉള്ളൂ. അപ്പൊ കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ആണെന്നുള്ള കാര്യം എ എന്ത് അറിഞ്ഞിരിക്കണം. എ അപ്പോൾ ലയബിൾ ആണ്. ഇവിടെ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നേരിട്ട് ലീഗൽ പ്രിൻസിപ്പിൾ എടുത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നു. ഇഗ്നറൻസ് ഓഫ് ലോ എക്സ്ക്യൂസബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു നിയമം അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും ഒരു കോടതിയെ സമീപിക്കാൻ പറ്റില്ല. അപ്പോൾ എ എന്താവും? ലയബിൾ ആവും. കാരണം അയാൾക്ക് എന്ത് നിയമം അറിയില്ലെന്ന് വെച്ചാലും അത് ലയബിൾ ആവും. എ ഈസ് ലയബിൾ ആസ് ഹി ഷുഡ് ഹാവ് നോൺ ദാറ്റ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ഇസ് എൻ ഒഫൻസ്. മറ്റ് ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഈസ് നോട്ട് ലയബിൾ ആസ് ഹി ഈസ് എ ഫോറിനർ, അതൊന്നും പറയാൻ പറ്റില്ല. എ ഈസ് നോട്ട് ലയബിൾ ബട്ട് ദ പീപ്പിൾ ഹു കട്ട് ഡൗൺ ദ ട്രീ ആൻഡ് ലേബറേഴ്സ് ഇസ് ലയബിൾ, അങ്ങനെയല്ല. എ ഈസ് ലയബിൾ ആസ് ഹി ഷുഡ് ഹാവ് നോൺ ദാറ്റ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ഇസ് എൻ ഒഫൻസ്. അപ്പോൾ പ്രിൻസിപ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇത് ലോജിക്കൽ സെക്ഷനിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലോജിക് യൂസ് ചെയ്ത് പ്രിൻസിപ്പിൾ ആദ്യം വായിക്കുക. പ്രിൻസിപ്പിളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുമായി റിലേറ്റ് ചെയ്ത് മാത്രമേ ആൻസർ ചെയ്യാവൂ. അതുപോലെ തന്നെ റീസണും നോക്കിക്കോണം. പ്രിൻസിപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത റീസൺ, ഇപ്പൊ ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ ക്രിമിനൽ ഒഫൻസ് ആണ്, സ്റ്റേറ്റ് വിൽ പ്രോസിക്യൂട്ട്, അങ്ങനെ അത് ഒരിക്കലും പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണോ തന്നേക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓപ്ഷനും റീസണും വേണം തിരഞ്ഞെടുക്കാൻ. അങ്ങനെ നോക്കി പോയാൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 1-2 ക്വസ്റ്റ്യൻസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇത് മുൻവർഷം ചോദിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നതാണ്.